ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 അതിഥികൾ. ഈ 5 അതിഥികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ട് വലിയ തഴക്കവും പഴക്കവുമില്ല. പക്ഷേ ഭാവിയിലെ താരങ്ങൾ ഇനി ഇവരായിരിക്കും സിനിമ നിയന്ത്രിക്കുക. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പറയാം ഇനി സിനിമാ ലോകത്തിലേക്കുള്ള ഒരു വാഗ്ദാനങ്ങളാണ്. 5 പേർക്കും സ്വാഗതം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളോട് ഇരിക്കാൻ. എനിക്കൊന്നും ചെറുപ്പമാണ്. ചെറുപ്പമാണോട്ടെ, നിങ്ങൾ അങ്ങനെ നോക്കണ്ട, ചെറുപ്പമാണ്. ഷാജൻ ചേട്ടനും കൂട്ടുകാരനാണെങ്കിൽ അത്ര പ്രായമൊന്നുമില്ല അല്ലേ, ഒരു 24. ഷാജൻ ചേട്ടന് 24 എനിക്ക് 23. അങ്ങനെ പോണല്ലേ. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായിരിക്കുന്നു അല്ലേ. സമാധാന പുസ്തകം. അത്രയും സമാധാനപ്രിയനാണോ നിങ്ങളെല്ലാം ക്ലാസ് റൂമുകളിൽ? അവിടെ കള്ളം പറഞ്ഞോട്ടോ, അതേന്ന് മൊത്തത്തിൽ കള്ളം പറയണം കേട്ടോ. അത് ശരിയല്ല. ഇവിടെ എല്ലാവരും ഒരുമിച്ചൊരു അല്ലാന്ന് ഉടനെ അവിടെ അതേന്ന് ക്ലാസ്സിലധികം കുരുത്തക്കേടൊന്നും ഒപ്പിക്കാറില്ല. ഞാൻ സിനിമ കണ്ടിട്ട് ആ പുസ്തകം എനിക്കും വേണമെന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ ആ കുരുത്തക്കേടിലേക്ക് പോകാം. ആ സിനിമ കണ്ട് തീരുമാനിക്കട്ടെ. നമുക്ക് ആദ്യം ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പം ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ആരാന്ന് വെച്ചാൽ ആരെ പറയും? അതല്ലേ, എന്നാൽ പ്രായം കൂടി ഇർഫാനിലെ ആക്കിയാലോ നമുക്ക്? എനിക്ക് 18 വയസ്സാണ്. ഇർഫാനിൽ നിന്ന് തുടങ്ങാം. അത് രാജകീയമായിട്ട് കസേര ഇരിക്കണമല്ലോ ഉണ്ടല്ലോ, അതാ സെൻട്രലിൽ ഇരുത്തിയാൽ മതി. രാജാവ് പറയൂ. രാജാവ് രവീഷേട്ടനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഡയറക്ടർ രവീഷേട്ടൻ ഞാൻ പരിചയപ്പെടുന്ന ജോ ആൻജോ വഴിയാണ്. ജോ ആൻജോ ആണ് അവരുടെ ഫസ്റ്റ് പടം. അപ്പോൾ ജോ ആൻജോയിൽ ഞാനൊരു ചെറിയൊരു ട്യൂഷൻ ക്ലാസ്സിലൊരു ക്യാരക്ടർ റോൾ ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അതിൻ്റെ ഡയറക്ടർ എഡീജ ആണ്. അതിൽ കൂടുതൽ കമ്പനി ആയത് രവീഷേട്ടനാണ്. കോ റൈറ്റർ ആയിരുന്നു രവീഷേട്ടൻ. അപ്പം അങ്ങനെ വന്നപ്പോൾ രവീഷേട്ടനായിട്ട് ഇപ്പോഴേക്ക് സീൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ രവീഷേട്ടനായിട്ട് കമ്പനി. അപ്പം ഇതിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ രവീഷേട്ടനെ കണ്ടു. അപ്പോൾ രവീഷേട്ടനോട് പറഞ്ഞടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഇങ്ങനെ വിളിച്ചു. അങ്ങനെ ഇതിൽ വന്നു. രവീഷേട്ടൻ അടിപൊളിയാണ്. നമ്മുടെ കൂടെയൊക്കെ പിന്നെ പിള്ളേർക്കൊപ്പം വൈബ് പിടിച്ചിരിക്കുന്ന ഡയറക്ടറാണ് നമ്മളെ. എത്രമാത്രം പുള്ളിക്ക് ശല്യമായി നിങ്ങളൊക്കെ? അങ്ങനെയല്ല, രവീഷേട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ കൂടെ നിൽക്കണല്ലേ. നിങ്ങൾ കൈയിട്ടാൻ കൂടെയും പോവും, കൂടെ തന്നെ ഇരിക്കുക, നോക്കിയിരിക്കുമായിരുന്നു പുള്ളി. അതാണ് പുള്ളി പറഞ്ഞത്. ശല്യമായിട്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങളും കൂടിയും പെട്ടെന്ന് സംസാരിച്ച് പോകും. അപ്പം ആക്ഷൻ വരുമ്പോൾ കാണില്ല ചില സമയത്ത്. അതിലാരായിരുന്നു കാണായിരുന്നു ഇടയ്ക്കിടയ്ക്ക്? മനസ്സിലായി. നീയാണ് എല്ലാം ചാടി പറയണ. അല്ലല്ല, എന്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് ഞാൻ എല്ലാ ഷോട്ടിനും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന ദിവസം എല്ലാ ഷോട്ടും എന്റെ സൈഡിൽ ഞാൻ ഉണ്ടായിരുന്നു. ആക്ഷൻ വിളിക്കുമ്പോ ഞാൻ ഉണ്ടാവുമല്ലേ. നമ്മളെല്ലാരും മോണിറ്ററിന്റെ അടുത്ത ആൾ ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി ആകാംക്ഷയാണ് പ്രായത്തിലൊക്കെ അല്ലേ സിനിമ ചെയ്തിട്ട്. ഇപ്പൊ എത്ര സിനിമയായി? ഞാൻ എൻ്റെ ഒരു 3ാമത്തെ ചിത്രമാണ്. ജോ ആൻജോയിന് ഡിയർ വാപ്പി എന്ന് പറഞ്ഞ പടം ചെയ്തു. പിന്നെ ഇത് അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിലുണ്ടായിരുന്നല്ലോ, പാപ്പച്ചനോട്. നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് സിനിമയിലുണ്ട്. സ്റ്റാറിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സിനിമ പാപ്പച്ചനോടുലാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇതിപ്പോ എത്രാമത്തെയാണ്? 15ാമത്തെ സിനിമയാണല്ലേ. ഏറ്റവും സീനിയറാണ്. 15ാമത്തെ സിനിമയാണ്. എങ്ങനെയാണ് ഈ സബ്ജക്റ്റിലേക്ക് എത്തുന്നത്? ആദ്യമേ കല്യാണത്തിന് പോകുമ്പോ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയായിരുന്നു ഞാൻ മൂവിയിലേക്ക് വരുന്നത്. കല്യാണത്തിന് പോയപ്പോ അങ്ങനെ പറയാം. കല്യാണത്തിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമായി. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. ഈ സിനിമയിലേക്ക് വന്ന എങ്ങനെയാണ്? ഈ സിനിമ ഞാൻ കാസ്റ്റിംഗ് കോൾ വഴിയാണ്. ആദ്യം പോയതാണ് കല്യാണത്തിന് പോയപ്പോൾ. അത് പറയണോ? അതെന്ന് പറഞ്ഞ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തു. പിന്നെ ഇടുക്കിയിൽ കാണാൻ വരാൻ പറഞ്ഞു. അങ്ങനെ കാണാൻ പോയി. സാധാരണ പറയുന്നതിനൊക്കെ അവർ പറഞ്ഞു വിളിക്കാം എന്നല്ലേ പറയത്തുള്ളൂ, അല്ലാതെ അപ്പോഴേ സെലക്ട് ഒന്നും പറയില്ലല്ലോ. വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. സെലക്ട് ആണ്, വരാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് മൂവി അഭിനയിച്ചത് ചിൽഡ്രൻസ് പാർക്ക്, ഷാഫി സാറിന്റെ പടം. അതിനുശേഷം അറിയാലോ അല്ലേ. അങ്ങനെ ഫസ്റ്റ് പടം ഷാഫി സാറിന്റെ പടമായിരുന്നു. പിന്നെ രണ്ടാമത് വെള്ളം, പ്രതീക്ഷേട്ടൻ ഡയറക്ട് ചെയ്ത പടം. അങ്ങനെ വരയാൻ അങ്ങനെ 15ഓളം മൂവി അഭിനയിച്ച് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഇതിലെങ്ങനെയാണ് ഇതും ഈ പറഞ്ഞ പോലെ കോസ്റ്റിംഗ് കോൾ വഴി വന്ന് കണ്ടപ്പോൾ തന്നെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർഫാൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ധനുസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇത്രയും പേര്. പിന്നെ അഭിനന്ദൻ ഉണ്ടായിരുന്നു എന്നല്ലേ. ഞങ്ങൾ 3 പേരും. കണ്ടില്ല അല്ലേ? ഇല്ല, പെട്ടെന്ന് കിട്ടിയില്ല. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ അഭിനയിച്ചൊക്കെ നോക്കി
അങ്ങനെ ഓക്കെ. സെറ്റായി. പിന്നെ രണ്ട് അങ്ങനെ ഒരു കുറച്ച് നാളതിന് ശേഷം വിളിച്ചു. ഞങ്ങൾക്കെല്ലാം ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്പ് പോലെ, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം സ്റ്റേ എല്ലാം ഒന്നിച്ചായിരുന്നു. കമ്പനി അടിച്ച് ഇങ്ങനെ പുതിയൊരു സെറ്റിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ കാണും, പിന്നെ പോവാന്നല്ലാതെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞ് വിളിക്കുകയും വർത്താനം പറയാം, അങ്ങനെയൊക്കെ കമ്പനി ആയിരുന്നല്ലേ. അല്ലേ? എവിടെയാണ് സ്ഥലം? എന്റെ വീട് കോട്ടയം. കോട്ടയം. ഇവിടെ ഇപ്പം എറണാകുളത്ത് തേവരയുണ്ട്. ഞാൻ SH പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുക. ഹോസ്റ്റലിലേക്കാണ്. ശരിക്കും നാട് ഏറ്റുമാനൂര്, കോട്ടയം. എങ്ങനെയാണ് സിനിമ ജീവിതം? എങ്ങനെയുണ്ട്? എൻ്റെ ഫസ്റ്റത്തെ സിനിമയാണ്. എൻ്റെ കുഞ്ഞിലോട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അഭിനയിക്കണം. അപ്പം ഞാനിങ്ങനെ കാസ്റ്റിംഗ് കോളൊക്കെ കാണുമായിരുന്നു. കുഞ്ഞിലോട്ട് കാണുമായിരുന്നു. പക്ഷെ ഇപ്പം അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് തന്നെ ഇത്രയും എല്ലാം വരുന്ന കൊച്ചിയിലല്ലേ, കോട്ടയത്തൊന്നും അങ്ങനെ കാസ്റ്റിംഗ് കോളൊന്നും അത്രയും വരാറില്ല. ഓഡീഷനും ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പം ഒരു കാസ്റ്റിംഗ് കോൾ ഇങ്ങനെ വന്നു. ഞാൻ വെറുതെ എൻ്റെ ബോർഡ് എക്സാമിൻ്റെ സമയമായിരുന്നു. അപ്പം എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, പിന്നെ വിടുമെന്നൊരു പ്രതീക്ഷയില്ല. അപ്പം വന്നു, ഞാൻ ചുമ്മാ കൊടുത്തു നോക്കി. അപ്പം അവർ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓഡീഷൻ കൊച്ചി വരാൻ പറഞ്ഞു. അപ്പം എന്തായാലും ഞാൻ കാസ്റ്റിംഗ് കോൾ കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. അച്ഛൻ സമ്മതിക്കുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ എനിക്ക് ബോർഡ് എക്സാമാണ്. എന്നോട് ചോദിച്ചു പഠിച്ചു കഴിഞ്ഞു. ശരിക്കും പഠിച്ചു കഴിഞ്ഞില്ലായിരുന്നു. പഠിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് അങ്ങനെ പോയേക്കാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ രാവിലെ ഇവിടെ വന്നു. ഓഡിഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള എല്ലാം ചെയ്യിപ്പിച്ച് ചെറിയ ഡാൻസിൻ്റെ സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡാൻസ് കളിച്ച് നോക്കാൻ പറഞ്ഞു. എന്നോട് ഡയലോഗ് പറയാൻ പറഞ്ഞു, റിയാക്ഷൻ ഇടാൻ പറഞ്ഞു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് അവിടെ ഒരു റൂം ഉണ്ട്, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ളവർ ഇതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു സെലക്റ്റഡ് ആയിട്ടുണ്ട്, ഇവരുടെ കൂടെ തന്നെ വർക്ക്ഷോപ്പിന് വരണം എന്ന് പറഞ്ഞു. ഇവരുടെ ദിവസം അല്ലായിരുന്നു, എൻ്റെ വേറെ ദിവസമായിരുന്നു. അപ്പം വർക്ക്ഷോപ്പിന് വരണം എന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പിന് വരുമ്പോഴാണ് ഞാൻ ഇവരെല്ലാവരും പരിചയപ്പെടുന്നത്. ഈ പഠിച്ചോന്ന് വീട്ടിൽ ചോദിച്ചപ്പോൾ പഠിച്ചോന്ന് കള്ളം പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ പഠിച്ചോന്ന് വെച്ചാൽ നാളെ ഓഡിയൻസ് പോകുമ്പോൾ ആക്ടിങ് പഠിച്ചോന്നോട്ടെ അവർ ചോദിച്ചത്. അത് തെറ്റിപ്പോയി. അച്ഛൻ എന്നോട് ചോദിച്ചു പഠിച്ചു വന്നു. അത് ആക്ടിങ് പഠിച്ചോന്നാ ചോദിച്ചെന്ന്. ആയിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോകില്ല, അച്ഛനോട് ചോദിക്കും. ഞാൻ പറഞ്ഞാണെന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. എങ്ങനെയാണ്? ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ടൗണിലൊക്കെ ഫ്ലെക്സിൽ പടങ്ങൾ വരുന്നു. പോസ്റ്ററൊക്കെ ഇനി വരാൻ പോവല്ലേ? അപ്പൊ നമുക്ക് തന്നെ പോയി എന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ ഏറ്റവും പുതിയ സിനിമയിൽ ഏറ്റവും പുതിയ ഫ്രഷ് ആയിട്ട് അഭിനയിക്കുന്നു, അതും എക്സ്പീരിയൻസ് ഉള്ള നായകന്റെ ഒക്കെ കൂടെ അല്ലേ? സുഖമാണോ? എന്താ ഇരിപ്പത്? എവിടെയാണ് സ്ഥലം? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടാണ്. ഞാൻ നമ്മുടെ ടീമിന്റെ 18+ ഉണ്ടായിരുന്നു, നസ്ലിന്റെ അനിയനായിട്ട്. ഞാൻ സിനിമയിലേക്ക് വരുന്നത് എൻ്റെ നാടകാധ്യാപനം സ്കൂൾ അധ്യാപനമായ മഹേഷ് സാർ വഴിയാണ്. സാറിന്റെ ഫ്രണ്ടായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ രാജേട്ടൻ. അങ്ങനെ 18+ലേക്ക് വന്നു. 18+ വന്നപ്പം ടീമിനെ പരിചയപ്പെട്ടു, രവിശേഷനെ പരിചയപ്പെട്ടു. അങ്ങനെ സമാധാന പുസ്തകത്തിലേക്ക് വന്നു. സമാധാനമായിട്ട് വന്നു. സമാധാനം അല്ലേ? ഈ നാടക മത്സരത്തിനൊക്കെ പങ്കെടുത്തു? സ്കൂൾ ലെവലില്, പിന്നെ കുറച്ച് സ്ട്രീറ്റ് പ്ലേസും സ്കൂളിൽ. ഇപ്പൊ എത്രയല്ല പഠിക്കുന്നത്? ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദ ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള.